ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 10th മെയിൻസ് ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് ഡേ 7 ആണ്. ഇന്ന് നമുക്ക് എക്സാം ആണ് കേട്ടോ. അതായത് നമുക്കിന്ന് റിവിഷൻ മോക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം ഓരോ ദിവസവും ഇങ്ങനെ റിവിഷൻ വരുന്ന ദിവസം നമ്മൾ എക്സാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം പേരും അറ്റൻഡ് ചെയ്യുക കേട്ടോ. പഠിക്കുന്ന എല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ പരീക്ഷ ചെയ്യുന്നത് ഗൂഗിൾ ഫോമിലാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ ചോദ്യം വായിച്ച് നിങ്ങൾ എങ്ങനെയാണോ സാധാരണ പരീക്ഷ എഴുതുന്നത് അതുപോലെ നിങ്ങൾക്ക് തന്നെ എഴുതി നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പം ഞാനൊരു മാർക്ക് പറയും, അതിൻ്റെ കട്ട് ഓഫും പറയും. അപ്പോൾ ആ കട്ട് ഓഫിൽ താഴെ പോവാതെ നോക്കുക. അപ്പോൾ മാക്സിമം നന്നായിട്ട് നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ അത്രയും സീരിയസ്നെസ്സോട് കൂടി തന്നെ ഈ പരീക്ഷയും അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ 100 ദിവസത്തെ ടൈം ടേബിളിനിടയിൽ ഒരുപാട് തവണ നമ്മൾ അറ്റൻഡ് ചെയ്യും എക്സാം അല്ലെ. ഓരോ വീക്കും നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ, നമ്മുടെ മെയിൻ പരീക്ഷ വരുന്നതിന് മുന്നേ വളരെ നന്നായിട്ട് എന്താ പറയുക, ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 10th മെയിൻസിൻ്റെ 100 ദിവസത്തെ ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ 10th മെയിൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 100 ദിവസത്തെ ടൈം ടേബിൾ പ്രകാരം നമ്മൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, day 1 day 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ്, ഇപ്പോൾ 3 ടോപ്പിക് ആണെങ്കിൽ ആ 3 ടോപ്പിക്കും ഒരൊറ്റ വീഡിയോയിലായിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സായി പോകത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് PDF നോട്ട്സും എല്ലാം ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ടെലിഗ്രാമിലും കൂടെ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷയെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാവുന്ന രീതിയിലാണ് നമ്മൾ പരീക്ഷ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ പരീക്ഷ എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം. നമ്മൾ ഓരോ ചോദ്യങ്ങൾ 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ആ 15 ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൂഗിൾ ഫോം, അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പരീക്ഷ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചോദ്യപേപ്പർ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പേര് കൊടുത്തതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ചോദ്യവും നമ്മൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും മാത്സും ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സമയമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാരണം മാത്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടേ. പക്ഷേ നിങ്ങൾ എക്സാമിന് എത്രത്തോളം സ്പീഡിലൊക്കെ ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യുമോ അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓരോ ചോദ്യം വളരെ വ്യക്തമായിട്ട് വായിച്ച് ആൻസർ ചെയ്യുക. എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം അവസാനം സബ്മിറ്റ് എന്ന് കാണും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രയാണ് ലഭിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. ഏത് ഭാഗമാണ് തെറ്റ് വന്നത് ആ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് വായിച്ച് പഠിക്കുക. ഓക്കെ,